ഹായ് കുട്ടികളെ, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗസ്. എല്ലാവരും ഫൈനൽ എക്സാമിന് തയ്യാറെടുക്കുകയല്ലേ? ഇന്ന് നമുക്ക് ബേസിക് സയൻസിലെ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യൂ. ആദ്യം നമുക്ക് ഇന്നത്തെ ക്വിസ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന് എത്ര അറകൾ അഥവാ ചേംബറുകൾ ഉണ്ട്? ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുകയാണ് വേണ്ടത്. കൂടെ നിങ്ങളുടെ പേരുകളും എഴുതണേ. ശരി ഉത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യത്തിന്റെ ഉത്തരം 35 ഡിഗ്രി മുതൽ 42 ഡിഗ്രി വരെ. ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർ ഫൗസാന, അനാമിക, റിതി, ശ്രീനന്ദ, നിതുന, റിഫ്ന, സൻഹ, അന്ന, ജവൽ, ജോവിത്, ശിവന്യ, ശിവദ്യ, ദേവനന്ദ, ദയാനിത, സ്വസ്തിക, അജ്മിൻ, ഹന്ന, ദനിയാമിന്ന, അതിഥി, അമയ, ആയിഷ, റസ്മിയ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എക്സാമിന് 2 മണിക്കൂർ സമയമാണ് ഉണ്ടാകുക. 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? പരീക്ഷ തുടങ്ങുന്നതിന് മുൻപുള്ള 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാനാണ്. ആകെ 8 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 6 പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കും 5 മാർക്ക് വീതമാണ്. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. താഴെ പറയുന്ന വസ്തുക്കൾ ഉചിതമായി ഗണങ്ങളിലാക്കി തരംതിരിക്കുക. തന്നിരിക്കുന്ന വസ്തുക്കൾ പേപ്പർ, വാഴയില, പ്ലാസ്റ്റിക് കവർ, മൊബൈൽ ഫോൺ ബാറ്ററി, പേപ്പർ കപ്പ്, തെർമോകോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബൾബ്, ചില്ല് കഷ്ണം, ചെരുപ്പ്, ബാഗ്, മിഠായി കവറുകൾ. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിച്ച് കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ആദ്യത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വസ്തുക്കളെ ഉചിതമായ ഗണങ്ങളിലാക്കി തരംതിരിക്കാനാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ വസ്തുക്കളെ നമുക്ക് 3 വിഭാഗങ്ങളാക്കി തരംതിരിക്കാൻ കഴിയും. ജൈവ മാലിന്യം, അജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം എന്നിവയാണവ. ഇനി നമുക്ക് ജൈവ മാലിന്യത്തിൽ എന്തെല്ലാം വരുമെന്ന് നോക്കാം. പേപ്പർ, വാഴയില ഇവ രണ്ടും ജൈവമാലിന്യത്തിലാണ് വരിക. ജൈവമാലിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവ മണ്ണിൽ അലിഞ്ഞു പോകുന്നവയാണ്, അല്ലെങ്കിൽ മണ്ണിൽ ദ്രവിച്ചു പോകുന്നവ. ഇനി നമുക്ക് അജൈവ മാലിന്യങ്ങളിൽ എന്താണ് വരിക എന്ന് നോക്കാം. പ്ലാസ്റ്റിക് കവറുകൾ, ചില്ല് കഷ്ണം, തെർമോകോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെരുപ്പ്, ബാഗ്, പേപ്പർ കപ്പ് ഇവയെല്ലാം അജൈവ മാലിന്യത്തിലാണ് വരിക. അജൈവ മാലിന്യം എന്ന് വെച്ചാൽ മണ്ണിൽ ദ്രവിക്കാൻ പ്രയാസമുള്ളത്, അല്ലെങ്കിൽ ദ്രവിച്ചു പോകാത്തത്. അപകടകരമായ മാലിന്യത്തിൽ ഉൾപ്പെടുന്നത് മൊബൈൽ ഫോൺ ബാറ്ററികളാണ്. ഒന്നാമത്തെ പ്രവർത്തനത്തിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം ആയിരുന്നു. ഇതിന് ഉത്തരം എഴുതേണ്ടത് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. ജലം, മണ്ണ് മലിനീകരണം തടയാം. അജൈവ മാലിന്യങ്ങൾ നമ്മൾ ശാസ്ത്രീയമായി സംസ്കരിച്ചാൽ മണ്ണും ജലവും മലിനമാകുന്നത് നമുക്ക് ഒഴിവാക്കാം. അടുത്ത പോയിന്റ്, ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ചാൽ ശ്വാസകോശ രോഗങ്ങളും അണുബാധയും നമുക്കൊരു പരിധിവരെ തടയാൻ കഴിയും. അടുത്ത പോയിന്റ്, വസ്തുക്കളുടെ പുനരുപയോഗവും റീസൈക്ലിങ്ങുമാണ്. ഒരുവിധം നാശമാവാത്ത വസ്തുക്കളെ നമുക്ക് വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റീസൈക്ലിംഗ്, നാശമായ വസ്തുക്കളെ മറ്റൊരു വസ്തുവാക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. ഇതിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. അടുത്ത പോയിന്റാണ് പ്രകൃതി സൗഹൃദ പരിസ്ഥിതി എന്ന് വെച്ചാൽ ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റിംഗ് വഴി നമ്മൾ സ്വാഭാവിക വളങ്ങളായി മാറ്റും. അങ്ങനെ ചെയ്താൽ ജൈവ മാലിന്യങ്ങൾ കൊണ്ടുള്ള രൂക്ഷഗന്ധവും പരിസ്ഥിതി മലിനീകരണവും നമുക്ക് തടയാൻ കഴിയും. 5ാമത്തെ പോയിന്റ്, അപകടകരമായ മാലിന്യങ്ങൾ സുരക്ഷിതമായി നമുക്ക് കൈകാര്യം ചെയ്യാം. നമ്മളിവിടെ 5 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ഇതിന് 2 മാർക്കാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതിയാലും മതിയാകും. ഇനി 2ാമത്തെ പ്രവർത്തനം നോക്കാം. താഴെ പറയുന്ന വസ്തുക്കളെ തരംതിരിക്കുക. തന്നിരിക്കുന്ന വസ്തുക്കൾ ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ട്, ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ വർണ്ണപരിവർത്തനം സംഭവിക്കുന്നുണ്ടോ? ശാസ്ത്രീയ വിശദീകരണം നൽകുക. ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വസ്തുക്കളെ തരംതിരിക്കാം. ഇവയെ നമുക്ക് 2 വിധത്തിൽ തരംതിരിക്കാം. പ്രകൃതിദത്ത സൂചകങ്ങൾ, ലബോറട്ടറി സൂചകങ്ങൾ എന്നിവയാണവ. ഇനി പ്രകൃതിദത്ത സൂചകങ്ങളിൽ എന്താണ് ഉൾപ്പെടുക എന്ന് നോക്കാം. ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ട് ഇവയെല്ലാം പ്രകൃതിദത്ത സൂചകങ്ങളാണ്. ഇവയെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവ പ്രകൃതിദത്ത സൂചകങ്ങളായത്. ഇനി ലബോറട്ടറി സൂചകങ്ങളിൽ ഉൾപ്പെടുന്നത് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഇവ രണ്ടുമാണ്. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിലെ 2ാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചതെന്ന് നോക്കാം. ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർത്തപ്പോൾ കളർ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ത് വരും? ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ കളർ മാറുന്നുണ്ട്. എന്ത് കളറായിട്ടാണ് മാറുന്നത്? ചുവന്ന നിറമായി മാറുന്നു.
ഇതിന്റെ കാരണം എന്താണ്? നാരങ്ങാനീരിൽ അടങ്ങിയ സിട്രിക് ആസിഡ് ആണ്. ഈ ചോദ്യത്തിന് ശാസ്ത്രീയ വിശദീകരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെഴുതണം? ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. അതുകൊണ്ടാണ് ചെമ്പരത്തിയിൽ നാരങ്ങാനീര് ചേർത്തപ്പോൾ കളർ മാറിയത്. പ്രവർത്തനം 3. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സാധാരണഗതിയിലെ ഹൃദയസ്പന്ദന നിരക്കാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ടേബിളിൽ വിദ്യാർത്ഥികളുടെ പേര്, അവരുടെ ഹൃദയസ്പന്ദന നിരക്ക്, അതുപോലെ തന്നെ പൾസ് നിരക്ക് എന്നിവ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചതിനു ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്കാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ടേബിളിൽ കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചതിനു ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികകൾ അപഗ്രഥിച്ച് നിഗമനത്തിൽ എത്തിച്ചേരുക. ഹൃദ്രോഗം സംരക്ഷിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഇനി ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നതിന് മുൻപുള്ള ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കുമാണ് ആദ്യത്തെ ടേബിളിൽ കാണുന്നത്. ആദ്യത്തെ ടേബിൾ മാത്രം നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇതിൽ മേരി, റാണി, അജയൻ, സുരേഷ് എല്ലാവരുടെയും ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും വ്യത്യസ്തമാണ്. ആരുടെയും ഒരുപോലെയല്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കുമായിരിക്കും. അതുപോലെ തന്നെ മേരിയുടെ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും ഒന്നാണ്. മറ്റുള്ളവരുടെയും ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ്. അപ്പോൾ എന്തു മനസ്സിലാക്കാം? ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും എപ്പോഴും തുല്യമായിരിക്കും. ആദ്യത്തെ പട്ടികയിൽ കാണിച്ച ഹൃദയസ്പന്ദന നിരക്ക് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നതിനു മുൻപുള്ളതായിരുന്നു. ഇനി രണ്ടാമത്തെ പട്ടിക നോക്കൂ. അതിൽ കാണിക്കുന്ന ഹൃദയസ്പന്ദന നിരക്ക് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചതിന് ശേഷമുള്ളതാണ്. ഇതിൽ എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? കുട്ടികളുടെ എല്ലാവരുടെയും ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും കൂടിയതായി കാണുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? കുട്ടികൾ കളിക്കുന്നതിന് മുൻപ് അവരുടെ ഹൃദയം സാധാരണ നിലയിലായിരുന്നു. അപ്പോൾ അവരുടെ ഹൃദയസ്പന്ദന നിരക്ക് കുറവാണ്. എന്നാൽ കുട്ടികൾ ഓടുക, ചാടുക തുടങ്ങിയ കഠിന പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അവരുടെ രക്തയോട്ടം വർദ്ധിച്ചു. ഇങ്ങനെ രക്തയോട്ടം വർദ്ധിച്ചപ്പോൾ കുട്ടികളുടെ ഊർജ്ജക്ഷമത കൂടുകയും ഹൃദയത്തിന്റെ പ്രവർത്തന നിരക്ക് കൂടുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഹൃദയസ്പന്ദന നിരക്കും കൂടി. കൂടുതൽ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട കുട്ടികൾ, അതായത് കൂടുതൽ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്ത കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഹൃദയസ്പന്ദന നിരക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. എന്തായിരുന്നു അത്? ഹൃദ്രോഗം സംരക്ഷിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ. എന്തെല്ലാം മുൻകരുതലുകൾ വേണം? നിത്യവും വ്യായാമം ചെയ്യുക, അതായത് നടക്കുക, ഓടുക, സൈക്കിൾ ചവിട്ടുക തുടങ്ങിയവ ഹൃദയത്തെ ശക്തിപ്പെടുത്തും. ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുക. എന്നുവെച്ചാൽ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുക. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറക്കുക. ഇത് നമ്മളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുക. പുകവലിയും മദ്യപാനവും നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത പോയിന്റ്, മാനസിക സമ്മർദ്ദം കുറക്കുക. എന്നുവെച്ചാൽ അനാവശ്യമായ ടെൻഷനുകൾ എല്ലാം ഒഴിവാക്കുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? യോഗ, ധ്യാനം എന്നിവ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യമായ ഉറക്കം ഉറപ്പുവരുത്തുക. അതായത് ഒരു ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ ശരിയായി ഉറങ്ങുക. അവസാനത്തെ പോയിന്റ്, വൈദ്യപരിശോധന കൃത്യമായി നടത്തുക. അതായത് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുക. ഇനി പ്രവർത്തനം 4 നോക്കാം. ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ്? താഴെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കൂ. ചിത്രത്തിൽ 1, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ വിസർജന അവയവങ്ങൾ ഏതെല്ലാം? ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് എന്നതായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരം, വൃക്ക പ്രവർത്തനം നഷ്ടപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് ഡയാലിസിസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള 1, 2 എന്നീ ഭാഗങ്ങൾ എന്താണ്? അവയുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിൽ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? വൃക്കാധമനി, വൃക്കാസിര, മൂത്രവാഹിനി, ഇത്രയെണ്ണം ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, വൃക്കാധമനിയും വൃക്കാസിരയും എങ്ങോട്ടാണ് വരിക? അതെത്തുക വൃക്കയിലോട്ടാണ്. അപ്പോൾ 1 എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതായിരിക്കും? വൃക്കയായിരിക്കും. ഇനി മൂത്രവാഹിനി, ഈ കുഴൽ എങ്ങോട്ടാണ് എത്തുക? ഇതെത്തുന്ന ഭാഗമാണ് മൂത്രാശയം. അപ്പോൾ 2 എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഏതായിരിക്കും? മൂത്രാശയമായിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ശരീരത്തിലെ മറ്റു വിസർജന അവയവങ്ങൾ ഏതെല്ലാം എന്ന്.
കിഡ്നി ഒരു വിസർജന അവയവമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ബാക്കി ഏതെല്ലാം വിസർജന അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്? ആദ്യം തന്നെ ത്വക്ക് അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്നത് അതെന്താണ്? നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് രൂപത്തിൽ മാലിന്യങ്ങൾ പുറത്താക്കുന്നു. അതുപോലെ രണ്ടാമത്തെ അവയവമാണ് ശ്വാസകോശങ്ങൾ. ഇവ എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്താക്കുന്നു. മൂന്നാമത്തെ അവയവമാണ് കരൾ. ഇവ രക്തത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു. ഇനി പ്രവർത്തനം 5. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഐസിട്ട മത്സ്യം പാകം ചെയ്യുന്നതിന് മുമ്പ് 2 തവണ കഴുകണമെന്ന് അമ്മ പറഞ്ഞു. അതിൽ ഏതോ രാസവസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അമ്മ സംശയിച്ചു. ചോദ്യം 1. ഈ സംശയം ശരിയാണോ? ചോദ്യം 2. എന്തായിരിക്കും കാരണം? ചോദ്യം 3. മത്സ്യം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. അമ്മ എന്താണ് പറഞ്ഞത്? മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മീനുകൾ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ്. മത്സ്യത്തിൽ രാസവസ്തുക്കൾ ഉണ്ടോ എന്നാണ് അമ്മയുടെ സംശയം. ഈ സംശയം ശരിയാണോ? അതെ, അമ്മയുടെ സംശയം ശരിയാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മീനുകളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇനി ഈ സംശയം ശരിയാവാനുള്ള കാരണം എന്തായിരിക്കും? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. മത്സ്യം ശീതീകരിച്ചുള്ള ദീർഘകാല സംഭരണത്തിനായി വ്യാപാരികൾ മത്സ്യത്തിൽ എന്ത് ചേർക്കും? അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ക്യാൻസറിന് വരെ കാരണമാകാറുണ്ട്. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കുന്നത് കൊണ്ടാണ് അമ്മ മീനുകൾ നന്നായി കഴുകണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം എന്തായിരുന്നു? മത്സ്യം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതായിരുന്നു. എന്തായിരിക്കും ഉത്തരം? മീനുകൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഉപ്പിലിട്ട് സൂക്ഷിക്കാം, അതുമല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ അച്ചാറാക്കി സൂക്ഷിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് മീനുകൾ ദീർഘകാലം സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രവർത്തനം 6 നോക്കാം. അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി നന്നായി പടർന്നു വളർന്നു. എങ്കിലും കായ്കൾ 2-3 മാത്രമാണ് ഉണ്ടായത്. ബാബു പറഞ്ഞത് കേട്ടല്ലോ. എന്തുകൊണ്ടായിരിക്കാം അതിൽ ധാരാളം കായ്കൾ ഉണ്ടാകാതിരുന്നത്? നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം? ഇനി നമുക്ക് ഉത്തരം നോക്കാം. എന്തുകൊണ്ടായിരിക്കും മത്തവള്ളിയിൽ 1-2 കായ്കൾ മാത്രമുണ്ടായത്? അതിലെ പ്രധാന കാരണം തന്നെ കൃഷിയിലുള്ള പരിചയക്കുറവാണ്. മണ്ണ് പരിശോധിക്കാതെ കൃഷി തുടങ്ങുക, ആവശ്യമായ പോഷകങ്ങൾ ചേർക്കാതിരിക്കുക, വിത്തുകൾ ശരിയായ രീതിയിൽ നടാതെ തെറ്റായി കൃഷി ചെയ്യുക, ഇതെല്ലാം കുറഞ്ഞ വിളവിന് കാരണമാകും. കൃഷിയിൽ പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ഇതെല്ലാം ശ്രദ്ധിക്കാൻ കഴിയൂ. രണ്ടാമത്തെ പോയിന്റ്, ഉൽപാദന ശേഷിയില്ലാത്ത വിത്തിനം അഥവാ നല്ല ഗുണങ്ങളില്ലാത്ത വിത്തുകൾ കൃഷിക്കായി ഉപയോഗിക്കുക. ഉൽപാദന ശേഷിയില്ലാത്ത വിത്തുകൾ ഉപയോഗിക്കുന്നത് വിളവ് കുറക്കാൻ കാരണമാകും. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, വളക്കൂറുള്ള മണ്ണ് തിരഞ്ഞെടുക്കുക. ചെടികൾക്ക് വളരാൻ പോഷക സമൃദ്ധമായ മണ്ണ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജൈവ വളങ്ങൾ ചേർത്തിട്ടുള്ള മണ്ണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ആനുകൂല്യമായ കാലാവസ്ഥയാണ്. ഓരോ വിളകൾക്കും അനുയോജ്യമായ കാലാവസ്ഥ വേണം. അഥവാ വെളിച്ചം, ചൂട്, തണുപ്പ്, ഈർപ്പം എന്നിവ എല്ലാ വിളകൾക്കും അനുയോജ്യമായത് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, നല്ല വിത്തുകൾ ഉപയോഗിക്കുക എന്നതാണ്. നല്ല വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉൽപാദന ശേഷിയുള്ള, രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുക. നാലാമത്തെ പോയിന്റ്, ശ്രദ്ധയോടെ നടീൽ പ്രവർത്തനങ്ങൾ നടത്തുക. എന്നുവെച്ചാൽ വിത്തുകൾ ശരിയായ ആഴത്തിൽ നടണം. അതുപോലെ തന്നെ സമയത്തിനനുസരിച്ച് വളം ചേർക്കുക. അതുപോലെ കീടനാശിനികളും ഉപയോഗിക്കുക. അങ്ങനെ വിളകളെ സംരക്ഷിക്കുക. പ്രവർത്തനം 7. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. ഇത് ഏത് ഗ്രഹണത്തെ സൂചിപ്പിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ സിയുടെ പ്രത്യേകതയെന്ത്? മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം, എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുത്. സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങൾ എഴുതുക. ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ചിത്രത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയെ നമുക്ക് കാണാം. ചിത്രത്തിൽ D, C, B ഈ ഭാഗങ്ങളിലെല്ലാം ചന്ദ്രൻ ഉണ്ടാകും. ചന്ദ്രന്റെ പരിക്രമണ പാതയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യന്റെ മുഴുവൻ പ്രകാശവും ഭൂമിയിലേക്കാണ് പതിക്കുന്നത്. ഒരു പ്രകാശം പോലും ചന്ദ്രനിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവ ഒരേ രേഖയിൽ വരുന്നു. അപ്പോൾ ഭൂമി ചന്ദ്രനിലേക്ക് സൂര്യന്റെ പ്രകാശം പൂർണ്ണമായി തടയുന്നു.
ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? തന്നിരിക്കുന്ന ചിത്രം ചന്ദ്രഗ്രഹണമാണ്. രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ സിയുടെ പ്രത്യേകത എന്താണ് എന്നതാണ്. ഈ ചിത്രത്തിൽ ഡി, സി, ബി ഈ ഭാഗങ്ങളിലെല്ലാം ചന്ദ്രൻ നിൽക്കുന്ന ഭാഗങ്ങളാണ്. ഡി, ബി എന്നീ ഭാഗങ്ങളിൽ ചന്ദ്രൻ പൂർണ്ണമായി മറക്കപ്പെടുന്നില്ല. എന്നാൽ സി എന്ന ഭാഗത്ത് ചന്ദ്രൻ പൂർണ്ണമായി മറക്കപ്പെടുന്നു. അതിനാൽ അവിടെ ചന്ദ്രഗ്രഹണം സാധ്യമാകുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. സൂര്യഗ്രഹണം നിരീക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് ചോദിച്ചിരുന്നത്. ഏതൊക്കെ മാർഗങ്ങളുണ്ട്? സോളാർ ഫിൽറ്റർ, പിൻഹോൾ പ്രൊജക്ടർ, ടെലിസ്കോപ്പ് പ്രൊജക്ടർ. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് നമുക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കും. പ്രവർത്തനം 8. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ആദ്യത്തെ ചോദ്യം, ജലാശയത്തിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ത്? രണ്ടാമത്തെ ചോദ്യം, ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചിരുന്നല്ലോ. എന്തായിരുന്നു ചിത്രം? ഒരു ജലാശയം പൂർണ്ണമായി മലിനമാകപ്പെട്ടിരിക്കുന്നു. ജലാശയത്തിൽ നിറയെ ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാണുന്നു. ജലാശയം മലിനമാകാനുള്ള കാരണങ്ങൾ നോക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, മൃഗങ്ങളെയും വാഹനങ്ങളെയും ജലാശയത്തിൽ വെച്ച് കഴുകൽ, വീട്ടുമാലിന്യങ്ങൾ ഒഴുക്കിവിടൽ, വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയത്തിലേക്ക് ഒഴുക്കിവിടൽ അഥവാ ഫാക്ടറികളിൽ നിന്നും മറ്റു കടകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളെല്ലാം ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടൽ. ഇവയെല്ലാം ജലാശയം മലിനമാകാൻ കാരണമാകും. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ജലമലിനീകരണം തടയാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ. എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുക. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരിക്കലും ജലാശയങ്ങളിലേക്കും മറ്റും വലിച്ചെറിയാതിരിക്കുക. ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ ഒഴിവാക്കി ശുദ്ധജലം മാത്രം പുറത്തേക്ക് ഒഴുക്കുക. മൃഗങ്ങളെയും വാഹനങ്ങളും ജലാശയത്തിൽ കഴുകുന്നത് നിരോധിക്കുക. ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുക. ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരിക. ഇവയെല്ലാം ചെയ്താൽ ജലമലിനീകരണം നമുക്കൊരു പരിധിവരെ തടയാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.